നെല്ലായ അക്രമ സംഭവങ്ങളിൽ അറസ്റ്റിലായ ബിജെപി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ എടുക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം. ബൈക്കിലെത്തിയ ഒരു സംഘമാണ് കയ്യേറ്റം നടത്തിയത്. നെല്ലായയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന 6 ബിജെപി പ്രവർത്തകരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും KM ബിജു ചേരുന്നു. ബിജു, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജന, മാധ്യമപ്രവർത്തകരെ വധഭീഷണി നടത്തിയാണ് RSS പ്രവർത്തകർ കോടതി വളപ്പ് വിട്ടത്. ഈ 6 BJP പ്രവർത്തകരെ ഇന്നത്തെ കഴിഞ്ഞ ദിവസം നടന്ന നെല്ലായിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോഴായിരുന്നു ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിടെയാണ് RSS BJP പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമവുമായി രംഗത്തെത്തിയത്. തുടർന്ന് മാധ്യമപ്രവർത്തകരെ വധഭീഷണി മുഴക്കുകയും ചെയ്തു. കേന്ദ്രത്തിൽ അധികാരമില്ലാത്തപ്പോഴും കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്തപ്പോഴും തങ്ങൾ വെട്ടിയിട്ടുണ്ടെന്നും തീർത്തു കളയുമെന്നായിരുന്നു ബൈക്കിലെത്തിയ RSS പ്രവർത്തകരുടെ ആക്രോശം. ഈ പ്രതികളെ കൊണ്ടുവരുന്നതിന്റെ അകമ്പടിയായി എത്തിയ ഈ BJP പ്രവർത്തകരാണ് ഈ മാധ്യമപ്രവർത്തകരെ ഈ അക്രമം നടത്തിയത്. പ്രാദേശിക ക്യാമറമാന്റെ ക്യാമറ വലിച്ചെറിയുകയും ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനൽ പ്രതിനിധികളെ ആക്രമിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അഞ്ജന, ദൃശ്യങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നോ മർദ്ദനം? ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് ബിജു? അഞ്ജന, രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് 6 പ്രതികളുടെയും ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തകർ കോടതി വളപ്പിലെത്തിയത്. എന്നാൽ ഇതിനിടയിൽ ഇത് തടഞ്ഞുകൊണ്ടാണ് ഒരു സംഘം ആളുകൾ ഇവർക്ക് പിന്നാലെ അകമ്പടിയായി എത്തിയ ബൈക്കിലെത്തിയ RSS പ്രവർത്തകർ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നത് തടയുകയായിരുന്നു. തുടർന്ന് വീണ്ടും ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ ശാരീരികമായി ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്. വലിയ രീതിയിലുള്ള പോലീസ് ഫോഴ്സും അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസിനും ഈ സംഭവം തടയാൻ കഴിഞ്ഞില്ല. തുടർന്ന് കോടതി വളപ്പിലുണ്ടായിരുന്ന മറ്റുള്ളവരാം ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അതിനിടയിലാണ് വീണ്ടും ഒരു സംഘം കൂടി എത്തുകയും ബൈക്കിലെത്തിയ ഇവർ ഇത്തരത്തിൽ, അതായത് BJP-ക്കാർ നേരത്തെ വലിയ അധികാരത്തിൽ മറ്റ് കേന്ദ്രത്തിൽ അധികാരമില്ലാത്തപ്പോഴും വെട്ടലും അതുപോലെ അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ വെച്ചേക്കില്ലെന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വധഭീഷണി കോടതിയുടെ മുന്നിൽ നിന്നും മുഴക്കി സ്ഥലം വിട്ടത്. അഞ്ജന, ബിജു, ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സംഭവം നടക്കുന്ന സമയത്ത് സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുമ്പോൾ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു? അഞ്ജന, 2-3 പോലീസുകാർ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർ ഈ അക്രമ സംഭവം തടയുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. കാരണം വലിയ രീതിയിലുള്ള പോലീസ് ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ നമുക്ക് 5-6 BJP പ്രവർത്തകർ ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അവരെ നേരെ കയ്യേറ്റം ശ്രമിക്കുന്നതും ആക്രോശം നടത്തുന്നതും കാണാം. ഇവരാരുടെയും ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആരുടെയും അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അഞ്ജന, ദൃശ്യങ്ങളിൽ നിന്ന് ഇവരുടെ മുഖവും വ്യക്തമാണ്. ബിജു, ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇവരാരാണെന്ന് വ്യക്തമായിട്ടുണ്ടോ? അതാണ് അഞ്ജന പറഞ്ഞത്. ഇവരുടെ മുഖങ്ങളും വ്യക്തമായി തന്നെ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷെ ആരുടെയും കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പോലീസിൽ ഇപ്പോൾ നേരത്തെ തന്നെ പരാതി കൊടുത്തിരുന്നു. ഈ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, നെല്ലായ അക്രമ സംഭവങ്ങളിൽ അറസ്റ്റിലായ BJP പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ എടുക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ മർദ്ദനമുണ്ടായിരിക്കുന്നു. ബൈക്കിലെത്തിയ ഒരു സംഘമാണ് കയ്യേറ്റം നടത്തിയത്. വിവരങ്ങളാണ് പാലക്കാട് നിന്നും KM ബിജു നൽകിയത്.